മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. ജനുവരി 27 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം നടപ്പാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജനുവരി 27 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക, കേന്ദ്ര സർക്കാർ പൊതുവിതരണത്തെ തകർക്കുന്ന നടപടിയിൽ നിന്നും പിന്മാറുക, വ്യാപാരികളുടെ വേതനം അതാത് മാസം നൽകുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി സർക്കാരിന്റെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റേഷൻ വ്യാപാരികളോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നതെന്ന് കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ താലൂക്ക് ജനറൽ സെക്രട്ടറി KV യൂനുസ് പറഞ്ഞു. ജനുവരി 27 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ 14,300ഓളം വരുന്ന റേഷൻ കടകളൊന്നും സാധനം സ്റ്റോക്കില്ല. അപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ കടയിൽ കണ്ടാൽ അറിയാം. കാരണം കരാറിൽ NFSA ഗോഡൗണിൽ കരാറെടുത്തിട്ട് സാധനം കടയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അവർ സമരത്തിലാണ്. ജനുവരി മുതൽ 1-ാം തീയതി മുതൽ അവർ സമരത്തിലാണ്. അത് കാരണം കടയിലേക്ക് സാധനം എത്താത്തൊരു വിശേഷം പ്രശ്നം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സമരം തുടങ്ങുന്നത് 27-ാം തീയതി മുതലാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള ചർച്ചയിലും ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ചർച്ചയിലും കാര്യങ്ങളൊന്നും തീരുമാനമാവാതെ 27-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് വ്യാപാരികൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ആവശ്യം പറഞ്ഞിട്ടുള്ളത് വേതന പാക്കേജ് കാലോചിതമായിട്ട് പരിഷ്കരിക്കുക എന്നുള്ളത്. 2018 പോസ്റ്റ് മെഷീൻ വന്ന സമയത്തുള്ള വേതന പാക്കേജ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ തുറന്നുകൊണ്ട് പോകുന്നത്. ഏകദേശം 6-7 കൊല്ലത്തോളമായി ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ സർക്കാർ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ശമ്പളം അല്ലെങ്കിൽ ഒരു കമ്മീഷൻ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ 27-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം എന്നുള്ള തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. അവർ അതുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളത് തന്നെയാണ് റേഷൻ വ്യാപാരികളുടെ 14,300ഓളം. ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ.